ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ നോട്ട്സ്? ഓക്കെ ആണോ? അപ്പൊ വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഈ ആഴ്ചയുടെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പൊ കുറച്ച് ടോപ്പിക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ച് എൻവയോൺമെന്റ് ഉണ്ട്, കുറച്ച് എക്കണോമി റിലേറ്റഡ് ഉണ്ട്, ഒരു സ്കീം ഉണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് 8ാമത്തെ അല്ലേ? നമ്മുടെ 7 എണ്ണം കഴിഞ്ഞു. അപ്പൊ ഓരോ വീക്കിലി നമ്മൾ തുടങ്ങി ഇപ്പൊ നമ്മൾ 8ാമത്തെ രീതിയിലെത്തി സംഭവം. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഇതാ ഫസ്റ്റ് ചോദ്യമാണ്. ഇങ്ങനെയാ കണ്ടത്: മുംബൈ സെക്കൻഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ആസ് എയർ ക്വാളിറ്റി പേഴ്സൺസ്. ഉണ്ടോ? ഇങ്ങനെയാണ് കണ്ട സംഭവം. മുംബൈ സെക്കൻഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് മേജർ ഗ്ലോബൽ സിറ്റി ആസ് എയർ ക്വാളിറ്റി പേഴ്സൺസ്. അപ്പൊ ലോകത്ത് ഇപ്പൊ ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റിയിൽ 2ാമത്തെ സ്ഥാനം എവിടെയാ കിടക്കുന്നത്? സംഭവം മുംബൈ ആണ് സംഭവം. അപ്പൊ മുംബൈ സെക്കൻഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് മേജർ ഗ്ലോബൽ സിറ്റി ആസ് എയർ ക്വാളിറ്റി പേഴ്സൺസ്. അതിൽ ടോപ്പ് 3 സിറ്റീസിൽ കണ്ടോ, ഫസ്റ്റ് ഏതാ? ബീജിംഗ് ഈസ് ഫസ്റ്റ്. ബീജിംഗ് ഈസ് ഫസ്റ്റ്. മുംബൈ സെക്കൻഡ്, കറാച്ചി തേർഡ്. ബീജിംഗ് ഫസ്റ്റ്, മുംബൈ സെക്കൻഡ്, കറാച്ചി ഈസ് തേർഡ്. കാണുന്നുണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? കുഴപ്പമൊന്നുമില്ലല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഫസ്റ്റ് ടോപ്പിക് ആണ് മുംബൈ സെക്കൻഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് മേജർ ഗ്ലോബൽ സിറ്റി ആസ് എയർ ക്വാളിറ്റി പേഴ്സൺസ്. അപ്പൊ ടോപ്പ് 3 സിറ്റീസിൽ നോക്കി ഫസ്റ്റ് ചെയ്ത ബീജിംഗ് ഈസ് ഫസ്റ്റ്, മുംബൈ സെക്കൻഡ്, കറാച്ചി ഈസ് തേർഡ്. അപ്പൊ എല്ലാ അയൽവാസികളും അല്ലെ? ചൈന, ദെൻ ഇന്ത്യ, ദെൻ പാകിസ്ഥാൻ. അപ്പൊ ലോകത്തുള്ള പൊല്യൂട്ടഡ് സിറ്റീസിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിടക്കുന്നത് ഒന്ന് ചൈനയിലാണ്, ഒന്ന് ഇന്ത്യയിലാണ്, മറ്റേത് എവിടെയാ? പാകിസ്ഥാനിലാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇതാരാ മെഷർ ചെയ്യുന്നത്? The air quality index, that is AQI, is based on the US system. The air quality index AQI, that is air quality index, is based on what system? US system. In idaan important. Score between 0 to 50 is good. Score between 0 to 50 is good. അടുത്തത് 51 to 100 is moderate. അപ്പൊ 51 to 100 ആണെങ്കിൽ കുഴപ്പമില്ല, എയർ ക്വാളിറ്റി മോഡറേറ്റ് ആണ്. 101 to 150 ആണെങ്കിൽ അൺഹെൽത്തി ഫോർ സെൻസിറ്റീവ് ഗ്രൂപ്പ്സ്. 151 to 200 ആണെങ്കിൽ അൺഹെൽത്തി. ആൻഡ് മോർ ദാൻ 301 ആണെങ്കിൽ ഹസാഡിയസ്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ സ്കോറും മെഷർ ചെയ്യുന്നത്. അപ്പൊ 0 to 50 ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, 51 to 100 ആണെങ്കിൽ മോഡറേറ്റ് ആണ്, 101 to 150 ആണെങ്കിൽ അൺഹെൽത്തി ഫോർ സെൻസിറ്റീവ് ഗ്രൂപ്പ്സ്, 151 to 200 ആണെങ്കിൽ അൺഹെൽത്തി, ആൻഡ് മോർ ദാൻ 301 ആണെങ്കിൽ ദാറ്റ് ഈസ് ഹസാഡിയസ്. ഇടയ്ക്ക് നിങ്ങൾ ഇപ്പൊ ന്യൂസ് പേപ്പറിലും കൂടെ കേട്ട് കാണും അല്ലെ? ഡൽഹിയുടെ എയർ ക്വാളിറ്റി വളരെ മോശമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് കാരണം? നിങ്ങൾ നോക്കണേ. വൈ ദി എയർ ക്വാളിറ്റി ഓഫ് ഡൽഹി ഈസ് ഗെറ്റിംഗ് പുവർ നൗ? ആരെങ്കിലും എന്തെങ്കിലും കത്തിക്കുന്നുണ്ടോ?
അതോ വേറെ എന്തെങ്കിലും ഫാക്ടർ ആണോ? ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ നോക്കണേ. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നെക്സ്റ്റ് വീക്ക്. ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടേ എയർ ക്വാളിറ്റി ഓഫ് ഡൽഹി ഈസ് ഗെറ്റിംഗ് വേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഒരു ടോപ്പിക് കിട്ടിയത് മുംബൈ സെക്കൻഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് മേജർ ഗ്ലോബൽ സിറ്റി ആസ് എയർ ക്വാളിറ്റി വേഴ്സൺ. ഫസ്റ്റ് ആരാ, സെക്കൻഡ് ആരാ, തേർഡ് ആരാ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആരാണ് റിലീസ് ചെയ്യുന്നത് അത് നോക്കി. ആ സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? 0 to 50 ആണെങ്കിൽ ഗുഡ് ആണ്, നല്ല സ്കോർ ആണ്. 51 to 100 ആണെങ്കിൽ മോശമാണ്, അല്ലെ? 101 to 150 ആണെങ്കിൽ അൺഹെൽത്തി ആണ്, ഫോർ സെൻസിറ്റീവ് ഗ്രൂപ്പ്സ് ആണ്. 151 to 200 ആണെങ്കിൽ അൺഹെൽത്തി, ആൻഡ് മോർ ദാൻ 301 ആണെങ്കിൽ ദാറ്റ് ഈസ് ഹസാർഡിയസ്. മോർ ദാൻ 301 ആണെങ്കിൽ ദാറ്റ് ഈസ് ഹസാർഡിയസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം സംഭവം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നോക്കാം. ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കണ്ടേ, 52nd GST കൗൺസിൽ മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ ന്യൂ ഡൽഹി റീസെന്റ്. കണ്ടോ? അപ്പൊ ഒരു ടോപ്പിക് കിട്ടി നമുക്ക്. 52ാമത്തെ GST കൗൺസിൽ മീറ്റിംഗ് നടന്നു. എവിടെ വെച്ചാ നടന്നത്? ന്യൂ ഡൽഹി വെച്ചിട്ടാണ് നടന്നത്. അതെപ്പോഴും അങ്ങനെയാണ് സംഭവം. ഇനി നമുക്കറിയാം അല്ലെ, GST ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തു അല്ലെ. അതാണ് ജൂലൈ 1st 2017 മുതൽ GST വാസ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ അല്ലെ. നമ്മൾ എവിടുന്നാണ് ഫസ്റ്റ് കൺട്രി ടു ഇംപ്ലിമെന്റ്? ഡയറക്റ്റ് എക്സാമിൽ ചോദിക്കത്തില്ല സംഭവം. അപ്പൊ GST ഇംപ്ലിമെന്റ് ചെയ്തു ജൂലൈ 1st 2017. ദ ഫസ്റ്റ് കൺട്രി ടു ഇംപ്ലിമെന്റ് GST വാസ് ഫ്രാൻസ്. അതൊക്കെ പോട്ടെ സംഭവം. ഇനി ചോദ്യത്തിലോട്ട് വന്നേ, മെയിൻ ക്വസ്റ്റ്യൻസ് കണ്ടോ? ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കാണൂടാ, 52nd GST കൗൺസിൽ മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ ന്യൂ ഡൽഹി റീസെന്റ്. അപ്പൊ നമുക്ക് ഡൗട്ട് വരണം, ആരാണ് അത് ചെയർ ചെയ്തത്? ഇറ്റ് വാസ് ചെയർഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. കണ്ടോ? അപ്പൊ GST കൗൺസിലിന്റെ ചെയർമാൻ ആരായിരിക്കും? എപ്പോഴും ഉറപ്പായിട്ടും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഇനി അതെന്ത് ബോഡിയാണ്? GST കൗൺസിൽ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഏത്? അപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആവുമ്പോൾ അത് ഏത് ആർട്ടിക്കിൾ ആണ്? അത് എക്സാമിൽ ചോദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 279A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 246 കണ്ടാൽ 246 കണ്ടാൽ GST ആണ്. ബട്ട് ആർട്ടിക്കിൾ 279A എന്ന് കണ്ടാൽ അത് GST കൗൺസിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ GST കൗൺസിൽ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 279A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് എക്സാമിൽ ചോദിക്കുന്നത്. കണ്ടോ? അപ്പൊ എന്താണ് അത് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 279A gives ആർക്ക്? the president the authority to appoint a GST council by executive order. കണ്ടോ? അപ്പൊ വെറുതെ GST കൗൺസിൽ മീറ്റിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ മാത്രം വായിച്ചു വെക്കരുത്. അവിടുന്ന് KS പോലത്തെ ഒരു എക്സാമിന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇതാരാണ് ഹെഡ് ചെയ്യുന്നത്? ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഹെഡ് ചെയ്യുന്നത്. GST കൗൺസിൽ എന്ത് ബോഡിയാണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പൊ ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 279A ആണ്. അതിൽ ആർക്കാണ് എന്ത് പവർ കൊടുത്തിരിക്കുന്നത്? gives the president the authority to appoint a GST council by what order? Executive order. ഇതാണ് സ്റ്റാർട്ടിംഗ് ഓഫ് സംതിങ് റിഗാർഡിംഗ് GST അല്ലെങ്കിൽ GST കൗൺസിൽ. ഓക്കെ, ഫൈൻ. ഇനി വല്ല പോയിന്റ്സ് ഉണ്ടോ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ? ഉണ്ട്. ദ മെമ്പേഴ്സ് ഓഫ് ദി കൗൺസിൽ ഇൻക്ലൂഡ്, ആരൊക്കെയുണ്ട് GST കൗൺസിലിന്റെ മെമ്പേഴ്സ് ആയിട്ട്? അത് എക്സാമിൽ ചോദിക്കാറുണ്ട്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പൊ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ കാണും, പിന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സും കാണും. ഇവരാണ് മെമ്പേഴ്സ് ഓഫ് GST കൗൺസിൽ. അപ്പൊ കേരള, തമിഴ്നാട്, കർണാടക അങ്ങനെ എല്ലാ സ്റ്റേറ്റിന്റെ ഫിനാൻസ് മിനിസ്റ്റേഴ്സും പിന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററുമാണ് മെമ്പേഴ്സ് ഓഫ് ദി GST കൗൺസിൽ. അപ്പൊ GST കൗൺസിൽ ഇസ് എ ജോയിന്റ് ഫോറം ഓഫ് സെന്റർ ആൻഡ് സ്റ്റേറ്റ് ടു ഡിസ്കസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു GST. അല്ലെ, നമ്മൾ ഇടയ്ക്ക് കേൾക്കും അല്ലെ, കേരളത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ പറയും അല്ലെ, എന്താണ് GSTയുടെ നമുക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട്, അപ്പൊ GST കൗൺസിൽ നടക്കാൻ പോകുന്നുണ്ട്, അതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എവിടെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? GST കൗൺസിലിന്റെ മീറ്റിംഗ് നടക്കും. എവിടെ വെച്ചാണ് നടക്കുന്നത്? ന്യൂഡൽഹി വെച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി പണ്ട് 2 രീതിയിൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ അല്ലേ. അപ്പൊ GSTയുടെ വേറെ പേരുകൾ എന്തൊക്കെയാണ്? അതാണ് 122nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ. അതാണ് GSTയുടെ വേറെ പേര്. അങ്ങനെ ഓർത്ത് വെക്കണേ. ഇനി പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോൾ അതിന്റെ പേരെന്താവും? 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. അപ്പൊ 122nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ ആൻഡ് 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഈസ് ബോത്ത് റിലേറ്റഡ് ടു GST.
അപ്പോൾ 122nd Constitutional Amendment Bill and 101 Constitutional Amendment Act is related to GST. നിങ്ങൾ ഇപ്പൊ ന്യൂസ് പേപ്പറിൽ കണ്ടു കാണും, റീസെന്റ് ഇങ്ങനെ കണ്ടു കാണും നിങ്ങൾ. എന്താ 128th Constitutional Amendment Bill? എന്താണ്? വുമൻസ് റിസർവേഷൻ ബിൽ. വുമൻസ് റിസർവേഷൻ ബിൽ. 106th Constitutional Amendment Act. എഗെയിൻ നോക്കി, എന്താണ്? വുമൻസ് റിസർവേഷൻ ബിൽ. അതുപോലെയാണ് ഇത്. 122nd Amendment ബില്ലും 101 Constitutional Amendment Actum എന്തായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് GST ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 128th Amendment ബില്ലും 106th Amendment Actum കണ്ടാൽ എന്താണ്? അത് സംതിങ് റിഗാർഡിംഗ് വുമൻസ് റിസർവേഷൻ ബില്ലാണ്. അപ്പോൾ ഇഫ് യു ആർ സീയിങ് സംതിങ് റിഗാർഡിംഗ് GST, എന്തെങ്കിലും കാണുമ്പോൾ അതിന്റെ കറണ്ട് അഫയേഴ്സും അതിന്റെ ഹിസ്റ്ററി എന്തായാലും പഠിച്ചു വെക്കണേ. ബിക്കോസ് എക്സാമിൽ ചോദിക്കുമ്പോൾ ഒരു 3-4 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് GST. ഒരു സ്റ്റേറ്റ്മെന്റ് സംതിങ് റിഗാർഡിംഗ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ ഹിസ്റ്ററി റിഗാർഡിംഗ് GST ആയിരിക്കും, അല്ലെ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? സംതിങ് റിഗാർഡിംഗ് ടാക്സ് സ്ട്രക്ചർ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് KS പോലത്തെ ഒരു എക്സാമിൽ GST റിഗാർഡിംഗ് ചോദിക്കാൻ പോകുന്നത്. അല്ലാതെ ഏത് കൺട്രിയാണ് ആദ്യമായിട്ട് GST ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു ചാൻസും കാണുന്നില്ലടാ. ഏത് ആർട്ടിക്കിൾ ആണ് റിഗാർഡിംഗ് GST കൗൺസിൽ, അല്ലെങ്കിൽ GST is related to which article? 246A ആണോ 279A ആണോ? അതിൽ 279A ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഏത് ത്രൂ ആണ്? ഇങ്ങനെയൊക്കെയാണ് എക്സാമിൽ ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പഠിച്ചത്? സംതിങ് റിഗാർഡിംഗ് എൻവോൺമെന്റ്. ഇപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? സംതിങ് റിഗാർഡിംഗ് എന്താണ്? GST കൗൺസിലിന്റെ മീറ്റിംഗ്സ്. ഇനി നോക്ക്, ഇതിനകത്ത് GST is one of the biggest indirect tax reforms in the country. നമുക്കറിയാം അല്ലെ? മെജോറിറ്റി ഓഫ് ദി ഇൻഡയറക്ട് ടാക്സസ്, ശരിക്കും പറഞ്ഞ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ എങ്ങനെ പറയും? മെജോറിറ്റി ഓഫ് ദി ഇൻഡയറക്ട് ടാക്സസ് merged with GST. അതിലാണ് എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, സർവീസ് ടാക്സ്, ഇതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഒറ്റ ടാക്സ് ആക്കി മാറ്റി. അതിന്റെ പേരാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ അതിൽ 2 ആർട്ടിക്കിൾ ഉണ്ട്. ഒന്ന് 246A ഉണ്ട്, പിന്നെ 279A ഉണ്ട്. ഒരു ബില്ലുണ്ട്, 101 ആക്ട് ഉണ്ട്, അല്ലെ? 122nd ബില്ലുണ്ട്. കിട്ടിയോ? ഓക്കെ ആണോ ഇതുവരെ? ക്ലിയർ? അപ്പൊ സംതിങ് റിഗാർഡിംഗ് എയർ ക്വാളിറ്റി പഠിച്ചു. അതിന്റെ സ്കോർ നോക്കി ഡീറ്റെയിൽ ആയിട്ട്, അല്ലെ? ഏതാണ് മോശം എന്ന് വെച്ചാൽ വളരെ ഹസാർഡിയസ്. മോർ ദാൻ 300 ആണെങ്കിൽ ദാറ്റ് ഈസ് ഹസാർഡിയസ്. 0 to 50 ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെ? അപ്പൊ നമ്മൾ അതിനിടയ്ക്കായിരിക്കും കിടക്കുന്നത്. 200 to 300 ഇടയ്ക്കായിരിക്കും നമ്മൾ കിടക്കുന്ന സംഭവം. അൺഹെൽത്തി ആണ് സംഭവം. പിന്നെ നമ്മളിപ്പോ എന്താ പഠിച്ചത്? വി ഡിസ്കസ്ഡ് GST. ഓക്കെ ആണോ എല്ലാവർക്കും? രണ്ടും കിട്ടിയോടാ? ഓക്കെ, അടുത്ത പോവാം. അടുത്ത എന്താണ് ചോദ്യം നമുക്ക് നോക്കാം. കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഫ്ലാഗ്സ് ഇൻ ഫസ്റ്റ് എവർ ഷിപ്പ് ഇൻ ടു വിഴിഞ്ഞം പോർട്ട്. കണ്ടോ? ആദ്യമായിട്ടൊരു ഷിപ്പ് വന്നു വിഴിഞ്ഞം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? വലിയൊരു ഇന്റർനാഷണൽ പോർട്ടാണ്. ഇന്ത്യക്ക് തന്നെ വളരെ അഭിമാനമുള്ള ഒരു പോർട്ടാണ് സംഭവം. അപ്പോൾ കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഫ്ലാഗ്സ് ഇൻ ഫസ്റ്റ് എവർ ഷിപ്പ് ഇൻ ടു വിഴിഞ്ഞം പോർട്ട്. അപ്പൊ എന്താണ് വിഴിഞ്ഞം? ഇസ് എ 7,700 crore ഡീപ് വാട്ടർ ഇന്റർനാഷണൽ പോർട്ട്. ഡീപ് വാട്ടർ ഇന്റർനാഷണൽ പോർട്ടാണ് ഇത്. മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ബിസിനസിനും നമ്മുടെ കണക്ടിവിറ്റിക്കും ഇതൊക്കെ വളരെ സഹായിക്കും. അപ്പൊ ഏത് ഷിപ്പാണ് വന്നത്? സെൻഹുവ, എ ഷിപ്പ് ഫ്രം ചൈന, become the first cargo ship to dock at Trivandrum dock. Because ഇത് തിരുവനന്തപുരത്താണല്ലോ വിഴിഞ്ഞം പോർട്ട്. ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ആരുടെ അണ്ടറിലാണ്? അഡാനി ഗ്രൂപ്പ് ഈസ് ദ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഓഫ് വിഴിഞ്ഞം പോർട്ട്. അപ്പൊ ബേസിക്സ് എന്തായാലും അറിഞ്ഞു വെക്കണേ. അപ്പൊ കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഫ്ലാഗ്ഡ് ഇൻ ഫസ്റ്റ് എവർ ഷിപ്പ് ഇൻ ടു വിഴിഞ്ഞം പോർട്ട്. എത്രയാണത്? ഇറ്റ്സ് എ 7,700 crore ഡീപ് വാട്ടർ ഇന്റർനാഷണൽ പോർട്ട്. Zenhua, a ship from China, become the first cargo ship to dock at Trivandrum dock. Adani Group is the implementing agency of Vidigham Port. ഇത് കറണ്ട് അഫയേഴ്സ് ആണ്, അല്ലെ? ഇപ്പൊ കാണിച്ചൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ്. എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നത്. അവർ വേറെ രീതിയിലും ക്വസ്റ്റ്യൻ വരും. അത് കഴിഞ്ഞിട്ട് ഇതാണ് വിഴിഞ്ഞം പോർട്ട് ഡെവലപ്മെന്റ് കോൺട്രാക്ട് എന്ന് അസൈൻ ചെയ്ത് 17th August 2015. കണ്ടോ? അന്ന് ആരാ ചീഫ് മിനിസ്റ്റർ? ഉമ്മൻചാണ്ടി. മറക്കരുതേ. ഇപ്പൊ ഇനോഗ്രേറ്റ് ആരാ ചെയ്തേ? പിണറായി വിജയൻ. ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നാ ലേ ചെയ്തത് 15th December 2015. അപ്പൊ ഇത് ഹിസ്റ്ററി ആയി,
കണ്ടോ, ആദ്യം കറണ്ട് അഫയേഴ്സ് നോക്കി, ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്, എത്ര കോടിയുടെ പ്രോജക്റ്റ് ആണിത്, അല്ലെ, ഏത് കാർഗോ ഷിപ്പാണ് ആദ്യമായിട്ട് വന്നത്, ഇത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പിന്നെ കോൺട്രാക്ട് എപ്പോഴാണ് സൈൻ ആയ, എന്നാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പൊ 2015 ബട്ട് കുറെ സമയം എടുത്തില്ലേ? എന്തുകൊണ്ടാണ് സമയം എടുത്തത്? ഒരു കാരണം കാണും. ഇൻ 2017 സൈക്ലോൺ ഓക്കി റെഡ് ഹെവോക്ക് ഓൺ ദ റീജിയൻ, ഡാമേജിങ് എ പീസ് ഓഫ് ദി കംപ്ലീറ്റഡ് ബ്രേക്ക് വാട്ടർ. അപ്പൊ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈക്ലോൺ അടിച്ചു. സൈക്ലോണിന്റെ പേരെന്താ? സൈക്ലോൺ ഓക്കി. അത് കാരണം കുറെ നാശനഷ്ടം ഉണ്ടായി. അപ്പൊ അത് കാരണം കുറച്ച് ഡിലേയും കൂടെ വന്നു കാണും. ഈ പോയിന്റ്സ് വെച്ചോണേ, ബിക്കോസ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു, ഈ സൈക്ലോൺ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നാൽ നമ്മൾ ഓർത്ത് വെക്കണം ഏത് സൈക്ലോൺ ആണ് ആ സമയത്ത് അവിടെ അടിച്ചത്. സൈക്ലോൺ ഓക്കി. ക്ലിയർ? അപ്പൊ സീ ദ ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ്, ബാക്കിലോട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ വല്ല മാറ്റവും വല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇനി വേറെ വല്ലതും ഉണ്ടോ? ഉണ്ട്. ആ ഷിപ്പിനെ പറ്റി. സെൻ ഹുവ 15 ലെഫ്റ്റ് ചൈന ഇൻ ഓഗസ്റ്റ്. കണ്ടോ, ഓഗസ്റ്റ് വിട്ടതാ, ഇപ്പോഴാണ് എത്തിയത്. അപ്പൊ ആദ്യം എവിടെ എത്തിക്കാണും? ഇറ്റ് അറൈവ്ഡ് അറ്റ് മുണ്ട്ര പോർട്ട്. ഈ മുണ്ട്ര പോർട്ട് എവിടെയാ? ഇൻ ഗുജറാത്ത് ഫസ്റ്റ്. അപ്പോ ഇറ്റ് ലെഫ്റ്റ് ചൈന ഇൻ ഓഗസ്റ്റ്, ഫൈൻ. അറൈവ്ഡ് അറ്റ് മുണ്ട്ര പോർട്ട് ഇൻ ഗുജറാത്ത് ഫസ്റ്റ്. അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇറ്റ് ക്യാരിഡ് 1 ക്യൂ ക്രെയിൻ ആൻഡ് 2 യാർഡ് ക്രെയിൻസ് ദാറ്റ് വുഡ് ബി ഇൻസ്റ്റാൾഡ് അറ്റ് ദി പോർട്ട്. അപ്പൊ ഇവിടെ എന്താണ് വന്ന് ഇത് ചെയ്തിട്ടുണ്ടാവുക? ക്രെയിൻസ് അല്ലേ സാധനം. അപ്പൊ സെൻ ഹുവ 15 കേം വിത്ത് വാട്ട്? ഇറ്റ് കേം വിത്ത് ക്രെയിൻസ്. ക്ലിയർ? ആദ്യം എവിടെയാണ് ഇത് അറൈവ് ചെയ്ത്? മുണ്ട്ര പോർട്ട്. എവിടെയാണ് മുണ്ട്ര പോർട്ട്? ദാറ്റ് ഇസ് ഇൻ ഗുജറാത്ത്. അത് കഴിഞ്ഞിട്ട് എവിടെ എത്തി? കേരളത്തിലെത്തി. കറണ്ട് അഫയേഴ്സ് പഠിച്ചു, ഇനോഗ്രേറ്റ് ചെയ്തു, ചീഫ് മിനിസ്റ്റർ ഇനോഗ്രേറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചു. അപ്പൊ സംതിങ് റിഗാർഡിംഗ് വിഴിങ്കം പോർട്ട് എന്തെങ്കിലും കണ്ടാൽ ഫോർ KAS റിലേറ്റഡ്, KAS മാത്രമല്ല, ഇത് നാഷണൽ ന്യൂസും കൂടെയാണ് സംഭവം. അപ്പൊ കേരള റിലേറ്റഡ് ക്വസ്റ്റ്യനുമാണ്, നാഷണൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസുമാണ് സംഭവം. ഓക്കെ, അപ്പൊ ഒരു മുംബൈ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. GST കൗൺസിലിന്റെ മീറ്റിംഗ് നടന്ന കാരണം അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇപ്പതാ വിഴിങ്കം പോർട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ നമ്മൾ അതും നോക്കി. ഓക്കെ, ഇനി അടുത്ത നോക്കാടാ. എന്താ പറഞ്ഞിരിക്കുന്നത്? അതാ ഒരു സ്കീമാണ്. ഞാൻ ഇങ്ങനെയാണ് ന്യൂസ് പേപ്പറിൽ കണ്ടത്. 75% ഓഫ് ബെനിഫിഷ്യറീസ് ഓഫ് പ്രധാൻ മന്ത്രി സ്വനിധി സ്കീം കം ഫ്രം നോൺ ജനറൽ കാറ്റഗറി വിത്ത് OBCs അക്കൗണ്ടിങ് ഫോർ 44%. ഇതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് സ്വനിധി സ്കീം എന്ന് പറഞ്ഞിട്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് സ്വനിധി സ്കീം നമ്മളിപ്പോ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പഠിക്കും. കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്താൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് നിധി സ്കീം. സ്ട്രീറ്റ് വെൻഡേഴ്സ് നിധി സ്കീം അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞ സിറ്റിയില് സ്ട്രീറ്റിൽ സാധനങ്ങൾ വിറ്റെടുക്കുന്ന ആൾക്കാരില്ലേ, അവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ് പ്രധാൻ മന്ത്രി സ്വനിധി സ്കീം. അപ്പൊ പ്രധാൻ മന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി, അങ്ങനെ വേണമെങ്കിൽ പറയാം. സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി സ്കീം. അതിൽ 75% ബെനിഫിഷ്യറീസ് എവിടുന്നാ വരുന്നത്? ഫ്രം നോൺ ജനറൽ കാറ്റഗറി എന്നാണ് വരുന്നത്. അതിലും OBC എത്ര ശതമാനം വരുന്നുണ്ട്? 44% വരുന്നുണ്ട്. എപ്പോ ഏത് സ്കീം വന്നാലും പഠിച്ചിരിക്കണം, അത് എക്സാമിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ 75% ഓഫ് ബെനിഫിഷ്യറീസ് ഓഫ് പ്രധാൻ മന്ത്രി സ്വനിധി സ്കീം കംസ് ഫ്രം നോൺ ജനറൽ കാറ്റഗറി വിത്ത് OBCs അക്കൗണ്ടിങ് ഫോർ 44%. ഇനി അതില് the scheduled caste and scheduled type account for 22% and 43% total beneficiaries എന്താണ്? വുമൻ ആണ്. അപ്പൊ കണ്ടോ, വളരെ താഴെ വരെ എത്തുന്നുണ്ടെന്നാണ് കാണിക്കുന്ന ഈ സ്കീം. 75%, 44% ഇവിടുത്തെ OBCക്കാർക്കാണ് ഗുണം ചെയ്തിട്ടുള്ളത്. 22% SC/STക്കും ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ എടുക്കുമ്പോൾ 43% ബെനിഫിഷ്യറീസ് ആരാണ്? വുമൻ ആണ്. ഇവിടെ ഈ നമ്പർ ഓർത്ത് വെച്ചോണേ. 44% അക്കൗണ്ടിങ് ഫോർ OBCs, SC/ST അക്കൗണ്ടിങ് ഫോർ 22%, 43% ഫോർ ടോട്ടൽ ബെനിഫിഷ്യറീസ് ആർ വുമൻ. ബട്ട് ഇതൊക്കെ പഠിക്കണമെങ്കിൽ ആദ്യം സ്കീം എന്താണെന്ന് അറിയണ്ടേ? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. എന്താ? പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. അപ്പൊ പെട്ടെന്ന് പ്രധാൻ മന്ത്രി സ്വനിധി എന്ന് കണ്ടാൽ അതിന്റെ എക്സ്പാൻഷൻ ആണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. കണ്ടോ, പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി അല്ലെ? എന്നാ ലോഞ്ച് ചെയ്ത്? ജൂൺ 2020 ലോഞ്ച് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താ? അന്ന് ലോക്ക്ഡൌൺ ഒക്കെ നടക്കുന്ന സമയമല്ലേ. അവർക്കാണെങ്കിൽ സാധനങ്ങളൊന്നും വിറ്റ് പോകുന്നതും ഇല്ല, എല്ലാവരും വീട്ടിനകത്താണ് അല്ലെ, വരുമാനവും ഇല്ല. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ് പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ഫുള്ളി ഫണ്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അപ്പൊ ഏത് മിനിസ്ട്രിയാണ് നോക്കി നടത്തുന്നത്?
സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ലേ, അപ്പൊ അർബൻ അല്ലേ കുറെ കൂടെ ഇമ്പോർട്ടൻസ് വരുത്തുള്ളൂ. അപ്പോൾ ഏത് മിനിസ്റ്റർ നോക്കിയെടുക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അപ്പൊ പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്നാ ലോഞ്ച് ചെയ്തത്? ജൂൺ 2020 ലോഞ്ച് ചെയ്തത്. ആരാ ഫണ്ട് ചെയ്ത്? ഫണ്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഏത് മിനിസ്ട്രിയാ നോക്കി നടത്തുന്നത്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ക്ലിയർ? ഇനി ദിസ് സ്കീം ഈസ് അവൈലബിൾ ടു ഓൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് എൻഗേജ്ഡ് ഇൻ വെൻഡിങ് ഇൻ അർബൻ ഏരിയാസ്. അപ്പൊ ആരൊക്കെ എന്താ പറയുക, അർബൻ ഏരിയാസിൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഈ സ്കീം അവൈലബിൾ ആണ്. ക്ലിയർ? ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ? കാശ് കൊടുക്കണമല്ലോ. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആർ ടു ഫെസിലിറ്റേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ. അപ്പൊ കുറച്ച് കാശ് ലോൺ ആയിട്ട് കൊടുക്കും അല്ലെ. ടു ഇൻസെന്റീവ് റെഗുലർ പേയ്മെന്റ്. അവർ കൃത്യമായിട്ട് റെഗുലർ റീപേയ്മെന്റും അടയ്ക്കണം. അപ്പൊ മെയിൻ സംഭവം എന്താ? അവർക്ക് ആദ്യം കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കാം. പിന്നെ അവർ സ്വന്തമായിട്ട് കുറച്ചും കൂടെ ബിസിനസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അവർ കുറച്ചായിട്ട് തിരിച്ചടച്ചാൽ മതി. അപ്പൊ 3 ടേം ലോൺസ് ഉണ്ട് കേട്ടാ. ആദ്യം 10,000 രൂപ വരെ കിട്ടും, പിന്നെ 20,000 വരെ കിട്ടും, പിന്നെ 50,000 വരെ കിട്ടും ഇവിടെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഓഫ് തേർഡ് ടേം ലോൺ അപ് ടു 50,000. അപ്പൊ ഇനീഷ്യലി ഞാനൊരു സ്ട്രീറ്റ് വെൻഡർ ആണെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 10,000 റുപ്പീസ് വരെ തരും. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ടോ ഞാൻ കൃത്യമായിട്ട് റീപേയ്മെന്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 20,000 കിട്ടും. ഞാൻ നല്ലൊരു എന്താ പറയാ, നന്നായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആ 50,000 വരെ കിട്ടും. അതാണ് 3 ടേം ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഓഫ് 3 ടേം ലോൺ അപ് ടു 50,000 ഇൻ അഡീഷൻ 50,000 കിട്ടുമോ? ഇല്ല. തുടക്കം 10,000 തരും. കൃത്യമായിട്ട് അത് തിരിച്ചടയ്ക്കുവാണെങ്കിൽ 20,000 തരും, പിന്നെ 50,000 വരെ തരും. ഇനി ദ സ്കീം ഇൻസെന്റീവ്സ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഓൾസോ ത്രൂ മന്ത്ലി ക്യാഷ് ബാക്ക്. അപ്പൊ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് തിരിച്ചു കൊടുക്കും, മന്ത്ലി ക്യാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ? അപ്പൊ അവിടെ എന്താ പറയുക, ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് പ്രധാൻ മന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ്. ഇത് ഹിസ്റ്ററിയാടാ. ബട്ട് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ 75% എവിടെയാണ്? നോൺ ജനറൽ കാറ്റഗറിയാണ്. അതിൽ 44% OBCs ആണ്. 22% SC/ST-കാർക്ക് ഇത് ഗുണം ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എടുക്കുമ്പോൾ 43% ബെനിഫിഷ്യറീസ് ആരാണ്? വുമൻ ആണ്. അപ്പൊ ഈ സ്കീം കുറച്ച് ആൾക്കാർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അത് പെർസെന്റേജ് കണക്കിലാണ് കറണ്ട് അഫയേഴ്സിൽ കാണിച്ചത്. അപ്പൊ അത് കറണ്ട് അഫയേഴ്സ് പഠിച്ചു, സ്കീം എന്താണെന്ന് പഠിച്ചു, എന്നാ വന്നേന്ന് പഠിച്ചു, ഏത് മിനിസ്ട്രിയാ നോക്കി നടത്തുന്നതെന്ന് പഠിച്ചു അല്ലെ, എത്ര കാശ് വരെ കിട്ടുമെന്ന് വരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ദിസ് ഈസ് പ്രധാൻ മന്ത്രി സ്വനിധി അല്ലെ, സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. പിന്നെ ഏത് റീപേയ്മെന്റിനെ പറ്റിയാണ്? സബ്സിഡി കിട്ടും എന്ന് പറഞ്ഞു. ഓൺ ടൈം എന്താ പറയുക, ഓൺ ടൈംലി അല്ലെങ്കിൽ ഏർലി റീപേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ സബ്സിഡി വരെ കിട്ടും. എത്ര ശതമാനം? 7% വരെ കിട്ടും. ക്ലിയർ? അപ്പൊ ഒരു സ്കീം നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത എന്താണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടേ. ഇന്ത്യ വിൽ ബിക്കം ദ വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് എക്കണോമി ബൈ ഓവർടേക്കിംഗ് ജർമ്മനി ആൻഡ് ജപ്പാൻ ബൈ 2030. അപ്പൊ ഇന്ത്യ വിൽ ബിക്കം ദ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ബൈ ഓവർടേക്കിംഗ് ജർമ്മനി ആൻഡ് ജപ്പാൻ ബൈ 2030. ഇവിടെ ഒരു തെറ്റുണ്ട്, ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ റാങ്ക് എത്രയാണെന്ന് അറിയോ? ഇപ്പോഴത്തെ റാങ്ക് ഇന്ത്യയുടെ 5th ആടാ. ക്ലിയർ അല്ലേ? അപ്പൊ എക്കണോമിയിൽ GDP ആരാ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്? USA ആണ്. എത്രയുണ്ട് അവരുടെ? അറൌണ്ട് $27 trillion. $27 trillion. സെക്കൻഡ് ആരാ? ചൈന. എത്രയാ? അറൌണ്ട് $17 trillion. ജർമ്മനിയാണ് തേർഡ്. ഇപ്പൊ പണ്ട് ജപ്പാനായിരുന്നു. $4.43 trillion. ഫോർത്ത് ജപ്പാനാണ് കേട്ടാ. അവിടെ ഇത് എഴുതാൻ മറന്നുപോയതാ. ഫോർത്ത് ഈസ് ജപ്പാൻ. എത്രയാ? $4.23 trillion. ഇതാണ് എക്കണോമിയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നത്, $trillion. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് എത്രയാ? 5th ആണ്. $3.73 trillion. $3.73 trillion. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ ജർമ്മനിയും ജപ്പാനെയും ഓവർടേക്ക് ചെയ്യും. ഇന്ത്യ വിൽ ഓവർടേക്ക് ജർമ്മനി ആൻഡ് ജപ്പാൻ ബൈ വിച്ച് ഇയർ? ബൈ 2030 അല്ലെ. എന്നിട്ട് എന്താവും? ഇപ്പോ മൂന്നാമത്തെ ഏറ്റവും ലാർജസ്റ്റ് എക്കണോമി ആകും. അപ്പൊ ഇപ്പൊ സ്ഥാനം എത്രയാ? 5th ആണ്. ഇടയ്ക്ക് ഇന്ത്യ ഓവർടേക്ക് ചെയ്തു ആരെ? UK-നെ. ഇപ്പൊ UK 6th ആണ്, നമ്മൾ 5th ആണ് ഇപ്പോ. അപ്പൊ ഇന്ത്യ വിൽ ബിക്കം ദ വേൾഡ് തേർഡ് ലാർജസ്റ്റ് എക്കണോമി ഓവർടേക്കിംഗ് ജപ്പാൻ ആൻഡ് ജർമ്മനി ആൻഡ് ജപ്പാൻ ബൈ 2030. അപ്പൊ റാങ്കിങ്സ് നോക്കി. USA ഫസ്റ്റ് ആണ്, എത്രയാണ്? ചൈന സെക്കൻഡ് ആണ്, ജർമ്മനി തേർഡ് ആണ്, ജപ്പാൻ 4th ആണ്, $4.23 trillion. 5th ഈസ് ഇന്ത്യ. ക്ലിയർ? നല്ല കാര്യമാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കണോമി ആയി മാറും എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് വർഷമാണ് പറഞ്ഞിരിക്കുന്നത്? 2030. ബട്ട് ഇത് മാത്രം പഠിക്കരുത്, ഇതിന്റെ ബാക്കിലുള്ള കഥ കൂടെ നിങ്ങൾ എപ്പോഴും പഠിക്കണം. എക്കണോമിയുടെ ചോദ്യങ്ങൾ ഇങ്ങനെയാ വരുന്നത് കറണ്ട് അഫയേഴ്സിൽ. അപ്പൊ നോക്കിയേ,
എന്താണ് എക്കണോമി ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ? 2030 ആകുമ്പോഴത്തേക്കും നമുക്ക് മൂന്നാമത്തെ ലാർജസ്റ്റ് എക്കണോമി ആവണമെങ്കിൽ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് എപ്പോഴും പഠിച്ചു വെക്കണേ. ഇപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ വേൾഡ്സ് 5th ലാർജസ്റ്റ് എക്കണോമി ബൈ നോമിനൽ GDP. ശരിയാണ്, അതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ആൻഡ് 3rd ലാർജസ്റ്റ് ബൈ പർച്ചേസിംഗ് പവർ പാരിറ്റി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. GDP-യിൽ എക്കണോമിയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാ? 5th. ബട്ട് PPP അതാണ് പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ 3rd ആണ്. എന്ന് വെച്ചാൽ കുറച്ച് കാശുണ്ടെങ്കിലും കുറെ കൂടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. GDP-യിൽ ഫസ്റ്റ് ആരാ? US. സെക്കൻഡ് ആരാ? ചൈന. തേർഡ് ആരാ? ജർമ്മനി. 4th ജപ്പാൻ. 5th ഇന്ത്യ. PPP-യിൽ ഫസ്റ്റ് വന്നിട്ട് ചൈന, സെക്കൻഡ് വന്നിട്ട് US, തേർഡ് വന്നിട്ട് ഇന്ത്യ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അത് എപ്പോഴും പറയുന്ന എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ സംഭവം. ബിക്കോസ് KS എക്സാം ആകുമ്പോൾ ഒറ്റ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, മിക്സ് ആയിട്ടാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഇറ്റ് ഈസ് വേൾഡ്സ് 5th ലാർജസ്റ്റ് എക്കണോമി ബൈ നോമിനൽ GDP ആൻഡ് 3rd ലാർജസ്റ്റ് ബൈ പർച്ചേസിംഗ് പവർ പാരിറ്റി. അപ്പൊ നമ്മുടെ ഒരു എക്കണോമി കണ്ടോ, എന്തോ 3 പോയിന്റ് ഒക്കെ അല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ GDP ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, നമുക്ക് 3 സെക്ടർ ഉണ്ട് അല്ലേ. ഒന്ന് പ്രൈമറി സെക്ടർ ഉണ്ട്, പിന്നെ സെക്കൻഡറി സെക്ടർ ഉണ്ട്, ദെൻ കംസ് ടെറിഷറി സെക്ടർ. അപ്പൊ ഏത് സെക്ടറാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇത് പലവട്ടം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആരാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ആരാ? സർവീസ് സെക്ടർ. അറൌണ്ട് 53% ഇന്ത്യയുടെ GDP-ക്ക് കോൺട്രിബ്യൂട്ട് ആരാ ചെയ്യുന്നത്? സർവീസ് സെക്ടർ ആണ്. സെക്കൻഡ് ആരാ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇൻഡസ്ട്രി. അറൌണ്ട് 28%. അപ്പൊ തേർഡ് ആരാ? അഗ്രികൾച്ചർ ആണ് തേർഡ് കോൺട്രിബ്യൂഷനിലാണ്. ബട്ട് എക്സാമിൽ ചോദിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്ന ഏത് സെക്ടറിലാണെന്ന് ചോദിച്ചാൽ അത് അഗ്രികൾച്ചർ ആയിരിക്കും ഇവിടെ. ബട്ട് അവർ ഏറ്റവും കൂടുതൽ കുറവാണ് GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻ GDP ബൈ സെക്ടർ അഗ്രികൾച്ചറിന്റെ റാങ്ക് എത്രയാ? തേർഡ് ആണ്, 18.8%. ഇൻഡസ്ട്രി സെക്കൻഡ് ആണ്, 28.2%. സർവീസസ് ഫസ്റ്റ് ആണ്, 53%. കണ്ടോ? ഇതൊക്കെ കൂടി വരുമ്പോഴല്ലേ 2030 ആകുമ്പോഴത്തേക്കും നമുക്കൊരു 3rd ലാർജസ്റ്റ് എക്കണോമി ആവാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എപ്പോഴും കറണ്ട് അഫയേഴ്സ് നോക്കണം. പ്ലസ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസന്റ് എക്കണോമി ഓഫ് ഇന്ത്യയുടെ സിറ്റുവേഷൻ നിങ്ങൾ പഠിക്കണം. അത് റിലേറ്റ് ചെയ്ത് ഉറപ്പായിട്ടും എക്സാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഇന്ത്യയുടെ വേൾഡ്സ് ലാർജ് ഇപ്പൊ 5th ലാർജസ്റ്റ് എക്കണോമിയാണ്, 3rd ലാർജസ്റ്റ് ബൈ പർച്ചേസിംഗ് പവർ പാരിറ്റി ആണ്. പിന്നെ GDP നോക്കി അല്ലെ, അതിൽ ഏറ്റവും കൂടുതൽ ഏത് സെക്ടറാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? സർവീസ് സെക്ടർ, എന്ന് വെച്ചാൽ ടെറിഷറി സെക്ടർ. എത്രയാ? 53%. ബട്ട് സെക്കൻഡ് ഏറ്റവും കൂടുതൽ ആരാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അത് സെക്കൻഡറി സെക്ടർ ആണ്. ഏതാണ്? ഇൻഡസ്ട്രി. തേർഡ് ഏറ്റവും കൂടുതൽ ആരാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അഗ്രികൾച്ചർ, 18.8%. ക്ലിയർ? എന്നാൽ ഈ ഡീറ്റെയിൽസ് കൊണ്ട് മാത്രം കാര്യം നടക്കൂ? ഇല്ല, കുറച്ചും കൂടെ പഠിക്കണം. എന്താ അതിൽ? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്ന അഗ്രികൾച്ചറിലാണ്, 42%. പിന്നെ സർവീസത്തിൽ 32%. പിന്നെ ഇൻഡസ്ട്രിയിൽ 25%. ബട്ട് ഏറ്റവും കൂടുതൽ GDP-ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏത് സെക്ടറാ? അത് സർവീസാ. അപ്പുറത്ത് പഠിച്ചില്ലേ, 53%. അപ്പൊ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഏറ്റവും കൂടുതലുള്ള സെക്ടർ ഏതാ? അഗ്രികൾച്ചർ. ബട്ട് അതാണ് ഏറ്റവും കുറവ് GDP-ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? മറക്കരുത് ഈ 2 ചോദ്യം. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതാണെന്ന് വെച്ചാൽ GDP-യിൽ സർവീസ് സെക്ടർ. ബട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്ന സെക്ടർ ഏതാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ. അതിന്റെ അർത്ഥം എന്താ? കുറെ കൂടെ അഗ്രികൾച്ചറിൽ ആൾക്കാരെ മാറ്റി നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം? ഇൻഡസ്ട്രി അല്ലെങ്കിൽ സർവീസസിൽ കൊണ്ടുവരണം. ക്ലിയർ അല്ലേ? എന്നാലല്ലേ കുറച്ചും കൂടെ നമുക്ക് എക്കണോമി കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ 2 ഇമ്പോർട്ടന്റ്. ഒന്ന് GDP ബൈ സെക്ടർ, പിന്നെ ലേബർ ഫോഴ്സ് ബൈ ഒക്യുപ്പേഷൻ. സീ ദ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്. മറ്റേ ക്വസ്റ്റ്യനുമായിട്ട് ഇത് ഡയറക്റ്റ് ലിങ്ക് ചെയ്യും. ഇനി അപ്പൊ ഇതൊക്കെ എക്കണോമി ഓപ്പൺ ആവണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോ ഇന്ത്യ എത്ര എക്സ്പോർട്ട് ചെയ്യുന്നത്? അറൌണ്ട് $770 ബില്യൺ ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത് 2022-23. നമുക്കൊരു കാര്യം ഉറപ്പല്ലേ, ഇന്ത്യ എക്സ്പോർട്ട് കൂടുതലല്ല ചെയ്യുന്നത്, എക്സ്പോർട്ട് കുറവാണ് ചെയ്യുന്നത്, ഇമ്പോർട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. അത് കുറെ കൂടെ മാറ്റണം. നമ്മൾ ഇമ്പോർട്ട് അല്ലെ, ഇമ്പോർട്ട് കൂടുന്നുണ്ട്, എക്സ്പോർട്ട് കുറയുന്നുണ്ട് നമ്മുടെ സംഭവം കമ്പാരിറ്റീവ്ലി. ഇനി അത് മാറ്റണ്ട, എക്സ്പോർട്ട് കൂട്ടണം, ഇമ്പോർട്ട് കുറയ്ക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പറയത്തില്ലേ, ആത്മനിർഭർ ഭാരത് എല്ലാം നമ്മൾ സ്വന്തം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എക്സ്പോർട്ട് നോക്കി എത്രയാ? $770 ബില്യൺ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. അതിനുള്ള ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് എവിടെയാണ് ചെയ്യുന്നത്? മേജർ എക്സ്പോർട്ടിംഗ് പാർട്ട്ണറിൽ ഫസ്റ്റ് US ആണ്. അപ്പൊ പെർസെന്റേജ് ഒന്നും നോക്കണം, ഓർത്ത് വെച്ചാൽ മതി. ഏറ്റവും ഇന്ത്യയുടെ മെയിൻ എക്സ്പോർട്ടിംഗ് പാർട്ട്ണർ ഇസ് US. സെക്കൻഡ് ആരാ? യൂറോപ്യൻ യൂണിയൻ. തേർഡ് ആരാ? UAE. അപ്പൊ മേജർ എക്സ്പോർട്ടിംഗ് പാർട്ട്നേഴ്സ് ആർ USA, യൂറോപ്യൻ യൂണിയൻ,
UAE. ഇത് എക്സ്പോർട്ട് ആണ്. അടുത്ത നോക്കടാ, ഇമ്പോർട്ട് ഉറപ്പല്ലേ, ഇന്ത്യ എക്സ്പോർട്ട് കൂടുതലല്ല ചെയ്യുന്നത്, ഇമ്പോർട്ട് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 770 ആണെങ്കിൽ ഇവിടെ എത്രയാ, അറൌണ്ട് $892 ബില്യൺ. അപ്പൊ കുറെ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടിംഗ് പാർട്ട്ണർ ആരാ, ചൈന. അപ്പൊ ഏറ്റവും കൂടുതൽ സാധനം ഇമ്പോർട്ട് ഇന്ത്യ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്, ചൈനയിൽ നിന്നാണ്. സെക്കൻഡ് UAE, തേർഡ് US. കണ്ടോ, നമ്മുടെ ടാർഗറ്റ് എന്താ, എക്സ്പോർട്ട് കൂട്ടണം, ഇമ്പോർട്ട് കുറയ്ക്കണം. അപ്പൊ കുറെ കൂടെ നമുക്ക് എന്ത് കിട്ടും, ഫോറിനിലെ കയ്യിൽ കുറച്ചും കൂടെ കാശ് കാണും സംഭവം. ക്ലിയർ. അപ്പൊ മെയിൻ ഇമ്പോർട്ടിംഗ് പാർട്ട്നേഴ്സ് ആരാ, ചൈന. മെയിൻ എക്സ്പോർട്ടിംഗ് പാർട്ട്ണർ ഏതാടാ, USA. ക്ലിയർ. അപ്പൊ ഇതിൽ എന്തൊക്കെയാ പഠിച്ച, ഒരു എക്കണോമിയുടെ ഒരു ചോദ്യം കണ്ട കാരണം നമ്മൾ ഇന്ത്യയുടെ എക്കണോമിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഒന്ന് നോക്കി അല്ലെ. എന്താണ് റാങ്ക്, PPP എന്താ റാങ്ക്, GDP ബൈ സെക്ടർ നോക്കി, വർക്ക് ഫോഴ്സ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കി, എത്ര എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പോർട്ടിംഗ് പാർട്ണർ ആരാണ്, എത്ര ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ബെസ്റ്റ് ഇമ്പോർട്ടിംഗ് പാർട്ണർ ആരാണ്, ഇതെങ്കിലും നിങ്ങൾ വായിക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ, സംതിങ് റിഗാർഡിങ് മുംബൈ പഠിച്ചു. എന്തുകൊണ്ടാ പഠിച്ചേ, എയർ ക്വാളിറ്റി, എൻവയോൺമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നു. പിന്നെ നമ്മൾ നോക്കി GST കൗൺസിലിന്റെ 52ാമത്തെ മീറ്റിംഗ് നടന്നു, ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് പഠിച്ചു. ക്ലിയർ. പിന്നെ ഒരു സ്കീം പഠിച്ചു, പ്രധാൻ മന്ത്രി സ്വനിധി. അതിൽ കുറച്ച് പെർസെന്റേജ് വന്നു, അതിനകത്ത് OBC, SC, ST, വുമൻ എല്ലാം ഉള്ള കാരണം സ്കീം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പഠിച്ചു, ബിഡിംഗും പഠിച്ചു അല്ലെ. കേരള ന്യൂസ് ആണ് സംഭവം, ഇമ്പോർട്ടന്റും ആണ്, കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ ഒരു അഭിമാനമാണ് സംഭവം. ക്ലിയർ. പിന്നെ നമ്മൾ എക്കണോമി റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തു. നൗ ദ ലാസ്റ്റ് വൺ, ഇങ്ങനെ നിങ്ങൾ കേട്ട് കാണും, ഓപ്പറേഷൻ അജയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് കണ്ടു കാണും. അവർ ചിലപ്പോൾ ഒരു ഡയറക്റ്റ് ചോദ്യമായിട്ട് ചോദിക്കണം, എന്താണ്, ഇറ്റ് ഈസ് എ മിഷൻ എയിംഡ് അറ്റ് റീപാട്രിയേറ്റിംഗ് ഇന്ത്യൻ സിറ്റിസൻസ് ഹു വർ റിസൈഡിങ് ഇൻ ഇസ്രയേൽ. അപ്പൊ നമുക്കറിയാമല്ലേ, ഇസ്രയേലും ഗാസയില് ഹമാസും തമ്മിൽ പ്രശ്നമാണ് അല്ലെ. കുറെ ഇന്ത്യക്കാര് ഇസ്രയേലിൽ താമസിക്കുന്നുണ്ട്, അതിൽ കുറെ കേരളത്തിന്റെ ആൾക്കാരും ഉണ്ട് അല്ലെ, കെയർ ഹോം കെയർ വർക്കുമായിട്ടൊക്കെ. അപ്പൊ അവർ പേടിച്ചിരിക്കുമായിരിക്കും. അപ്പൊ അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യൻ ഗവൺമെന്റ് തുടങ്ങിയ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. അപ്പൊ ഇങ്ങനത്തെ വലിയ വലിയ സാധനം പഠിക്കുമ്പോൾ ഇതുപോലത്തെ കുട്ടി കുട്ടി സാധനങ്ങൾ നോക്കണേ. അവർ ചോദിക്കും ഓരോ ഓപ്പറേഷൻ നടന്നപ്പോ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാണ്. അപ്പോ ഇറ്റ് ഈസ് എ മിഷൻ എയിംഡ് അറ്റ് റീപാട്രിയേറ്റിംഗ് ഇന്ത്യൻ സിറ്റിസൻസ് ഹു വർ റിസൈഡിങ് ഇൻ ഇസ്രയേൽ. ഇതെന്നാ സ്റ്റാർട്ട് ചെയ്തത്, 2023 ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ഉദ്ദേശിക്കുന്നത്, ദ ഗവൺമെന്റ് വിൽ ബ്രിങ് ബാക്ക് ഇറ്റ് സിറ്റിസൻസ് ത്രൂ സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ്. അതാ നിങ്ങൾ കേൾക്കുന്നത്, എയർ ഇന്ത്യ, ഇൻഡിഗോ, ഈ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്, രണ്ടാമത്തെ ഫ്ലൈറ്റ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ ഇനി ക്രൈസിസ് കൂടുവാണെങ്കിൽ നമ്മൾ ഷിപ്പിനെ പോലും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ നേവി ഷിപ്സ് മേ ഓൾസോ ബി സെൻഡ് ഇഫ് ദ നീഡ് അറൈസസ്. ഇപ്പൊ നമ്മൾ എന്താ ഫ്ലൈറ്റ് വഴിയാണ് കൊണ്ടുവരുന്നത്. ഇനി നാളെ നീഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നേവൽ ഷിപ്പ് പോലും ഇറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഓപ്പറേഷൻ അജയ് ഈ ഒക്ടോബർ മാസത്തിൽ കണ്ടത്. അപ്പൊ ഇത് മാത്രം പഠിച്ചു വെക്കരുത്. ഇതുപോലെ വേറെ വല്ല ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നോ ഈ 2023 സമയത്ത്? ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കാവേരി. നമുക്കറിയാം സുഡാൻ ഒരു ആഫ്രിക്കൻ കൺട്രി അല്ലെ, അവിടെ പ്രശ്നങ്ങളാണ്, ഇപ്പോഴും പ്രശ്നങ്ങളാണ്. അവിടുത്തെ ആർമിയും അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സും തമ്മിൽ തല്ലായി, അവരങ്ങോട്ട് വെടിവെപ്പും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പൊ പ്രശ്നം ഗുരുതരമായി. നമ്മുടെ ആൾക്കാർ എവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തു. അതാണ് ഓപ്പറേഷൻ കാവേരി. ഇന്ത്യസ് ഇവാക്യുവേഷൻ എഫേർട്ട് ടു ബ്രിങ് ബാക്ക് ഇറ്റ്സ് സിറ്റിസൻസ് സ്ട്രാൻഡഡ് ഇൻ സുഡാൻ അമിഡ് ഇന്റൻസ് ഫൈറ്റിംഗ് ബിറ്റ്വീൻ ആർമി ആൻഡ് റൈവൽ പാരാമിലിറ്ററി ഫോഴ്സസ്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ആരും അല്ലെ, സമയമെടുക്കും സംഭവം. ഇപ്പൊ ചാൻസ് കുറവാണ് സംഭവം. ഇതുവരെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നവംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന്. ഇല്ലടാ, വരത്തില്ല. ബട്ട് സമയം കളയണ്ട, സമയം കുറവായിരിക്കുമല്ലോ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും സംഭവം. നമ്മുടെ ടാർഗറ്റ് പഠിക്കുക, പഠിച്ചെല്ലാം റെഡിയാക്കി വെക്കുക സംഭവം. ഓക്കെ. അപ്പൊ ഒരു ഓപ്പറേഷൻ അജയ് പഠിച്ചു. ഇപ്പൊ എന്താ, ഓപ്പറേഷൻ കാവേരി പഠിച്ചല്ലേ. ഇന്ത്യസ് ഇവാക്യുവേഷൻ എഫേർട്ട് ടു ബ്രിങ് ബാക്ക് ഇറ്റ്സ് സിറ്റിസൻസ് സ്ട്രാൻഡഡ് ഇൻ സുഡാൻ അമിഡ് ഇന്റൻസ് ഫൈറ്റിംഗ് ബിറ്റ്വീൻ ആർമി ആൻഡ് റൈവൽ പാരാമിലിറ്ററി ഫോഴ്സ്. അപ്പൊ ഓപ്പറേഷൻ കാവേരി ഇന്ത്യ ഏത് കൺട്രിയിലാണ് നടത്തിയത്? ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും ഇവിടെ. ഓക്കെ, ഏത് കൺട്രിയിലാണ് നടത്തിയത്? ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരാം. ദാറ്റ് ഈസ് ഓപ്പറേഷൻ കാവേരി. ഇനി അടുത്ത് നോക്കി ഓപ്പറേഷൻ ദോസ്ത്. അതും ഇടയ്ക്ക് ഉണ്ടായിരുന്നു. It is a search and rescue mission initiated by the government of India to help Turkey and Syria. അപ്പൊ അവിടെ എന്തോ നടന്നിട്ടുണ്ട്. എന്താ നടന്നത്? അവിടെ എർത്ത്ക്വേക്ക് അടിച്ചു അല്ലേ. എവിടെയാണ് എർത്ത്ക്വേക്ക് അടിച്ചത്? ഇൻ ടർക്കി ആൻഡ് സിറിയ.
അപ്പൊ അവിടുത്തെ ആൾക്കാരെ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൽ സഹായിക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ദോസ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്. അപ്പൊ ഓപ്പറേഷൻ ദോസ്ത് എന്താ? ഇറ്റ് ഈസ് എ സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷൻ ഇനീഷ്യേറ്റഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഹെൽപ്പ് ടർക്കി ആൻഡ് സിറിയ ബിക്കോസ് ഓഫ് വെരി ബിഗ് എർത്ത് ക്വേക്ക്. അപ്പൊ ഇന്ത്യ ഇവിടെ എന്തൊക്കെ സെൻഡ് ചെയ്ത് കാണും? ഇന്ത്യ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീംസ് വിട്ടു അല്ലെ, മെയിൻലി NDRF ടീം ആയിരിക്കും. പിന്നെ മെറ്റീരിയൽസ് കൊടുത്തു വിട്ടു, മെഡിസിൻ കൊടുത്തു വിട്ടു, മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൊടുത്തു വിട്ടു. ഏത് കൺട്രിക്കായിരിക്കും വിട്ടെ? ടർക്കി ആൻഡ് സിറിയ. അപ്പൊ വാട്ട് ഡു യു മീൻ ബൈ ഓപ്പറേഷൻ അജയ്? വാട്ട് ഡു യു മീൻ ബൈ ഓപ്പറേഷൻ കാവേരി? വാട്ട് ഡു യു മീൻ ബൈ ഓപ്പറേഷൻ ദോസ്ത്? എടാ ഈ രീതിയിൽ പഠിച്ചു വെക്കണേ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആരാണ് പോയത്, എങ്ങനെയാണ് പോയത്, ആരാണ് കണ്ടക്ട് ചെയ്തത്? ചിലപ്പോൾ അങ്ങനത്തെ പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്താ? ഇറ്റ് ഈസ് എ സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷൻ ഇനീഷ്യേറ്റഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഹെൽപ്പ് ടർക്കി ആൻഡ് സിറിയ. India has sent search and rescue teams, mainly teams of NDRF, materials, medicines, medical equipments and consumables to Turkey and Syria. Clear? ഇതുപോലെ തന്നെ 2022 ഒരു ഓപ്പറേഷൻ ഇവിടെ വന്നായിരുന്നടാ, അതാണ് ഓപ്പറേഷൻ ഗംഗ അല്ലെ. നിങ്ങൾ കേട്ട് കാണും, എ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ പേര് അങ്ങനെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്തി. ആര് നടത്തി? റഷ്യ നടത്തി. എവിടെ നടത്തി? യുക്രൈനിൽ നടത്തി അല്ലെ. യുക്രൈന് യൂറോപ്യൻ യൂണിയന്റെ മെമ്പർ ആവണം, നാറ്റോയുടെ മെമ്പർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂസ് ആയിരുന്നു. റഷ്യ പറഞ്ഞു അത് ശരിയല്ല, അവരുടെ സെക്യൂരിറ്റി അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞു സംഭവം. അപ്പൊ അവരൊരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്തി. എവിടെയാണ്? യുക്രൈനിൽ. അപ്പൊ നമുക്കറിയാം നമ്മുടെ കുറെ പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലെ, ചിലർ ജോലി ചെയ്യുന്നുണ്ട്, കുറെ പേര് MBBS എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർ പെട്ട് കാണും. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ അവർ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തു. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് എടുത്തു തരുന്നത് കേട്ടാ. ഓപ്പറേഷൻ ഗംഗ എന്താ? അപ്പോ ഇറ്റ് വാസ് ആൻ ഇവാക്യുവേഷൻ മിഷൻ ടു ബ്രിങ് ബാക്ക് ഓൾ ദി ഇന്ത്യൻ നാഷണൽസ് ഹു കറന്റ്ലി സ്ട്രാൻഡഡ് ഇൻ യുക്രൈൻ. ഉണ്ടോ? കുറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഓപ്പറേഷൻ ഗംഗ? അഗൈൻ എയർഫോഴ്സ് ടൈപ്പ് മിഷൻ ആയിരിക്കും. It was an evacuation mission to bring back all the Indian nationals who are currently stranded in Ukraine. അപ്പൊ എന്തായാലും യുക്രൈനിൽ ഡയറക്റ്റ് വിട്ട് പിള്ളേരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ഇന്ത്യൻ ഇവാക്യുവേഷൻ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റഡ് ഫ്രം നെയ്ബറിംഗ് കൺട്രീസ് ലൈക്ക് പോലാൻഡ്, ഹംഗറി, റൊമേനിയ. അപ്പൊ നമ്മളെ കുട്ടികൾ പോലാൻഡിലോ ഹംഗറിയിലോ റൊമേനിയയിലോ ഒക്കെ എത്തിക്കാണും. നമ്മൾ അവിടെ നിന്ന് അവർ എന്ത് ചെയ്ത് കാണും? റെസ്ക്യൂ ചെയ്തിട്ട് ഇന്ത്യയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു സംഭവം. അതാണ് ഓപ്പറേഷൻ ഗംഗ. അപ്പൊ ഇറ്റ് വാസ് എൻ ഇവാക്യുവേഷൻ മിഷൻ ടു ബ്രിങ് ബാക്ക് ഓൾ ദി ഇന്ത്യൻ നാഷണൽസ് who are currently stranded in Ukraine. Indian evacuation flights operated from neighboring countries like Poland, Hungary, Romania. Clear അല്ലേ? അപ്പൊ ആദ്യം സംതിങ് റിഗാർഡിംഗ് എൻവയോൺമെന്റ് പഠിച്ചു. എന്താണ്? സംതിങ് കോൾഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. എനിത്തിങ് റിഗാർഡിംഗ് എൻവയോൺമെന്റ് പഠിക്കണേ, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് സംഭവം. പിന്നെ നമ്മൾ ഒരു ടോപ്പിക് പഠിച്ചു, GST കണ്ടുകൊണ്ടാണ്, GST കൗൺസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് GST കൗൺസിൽ? അതിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്, അത് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അത് ഏത് ആർട്ടിക്കിൾ ആണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പഴയ പോലെ ആരാണ് ഇംപ്ലിമെന്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്ത്, ഏത് കൺട്രി ഇംപ്ലിമെന്റ്, അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ വി ഡിസ്കസ്ഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, പിന്നെ GST ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പിന്നെ വിഴിഞ്ഞത്തിനെ പറ്റി ന്യൂസ് വന്നപ്പോൾ എന്തായാലും പഠിച്ചേ പറ്റൂ. നമ്മളൊന്ന് നോക്കി അല്ലെ, എവിടെ നിന്നാണ് ആ ഷിപ്പ് വന്നത്, എന്താണ് കൊണ്ടുവന്നത് സംഭവം, ആരാണ് ഇംപ്ലിമെന്റിങ്. അപ്പൊ ഹിസ്റ്ററിയും കൂടെ നോക്കി വിഴിക്കുമ്പോൾ എന്നാണ് കല്ലിടൽ ചടങ്ങൊക്കെ നടന്ന ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ദെൻ കംസ് ഒരു സ്കീം പഠിച്ചു, പ്രധാനമന്ത്രി സ്വനിധി സ്കീം, PM സ്വനിധി അല്ലെ, പ്രധാനമന്ത്രി സ്വനിധി. എക്സ്പാൻഷൻ എന്താ? സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. കോവിഡ് ടൈമിൽ ഇറക്കിയ സ്കീമാണ്. അതിന്റെ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് കണ്ടു, പെർസെന്റേജ് ആയിട്ട് ഒരു പറഞ്ഞു തന്നു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചടാ. എക്സ്പാൻഷൻ പഠിച്ചു, എന്നാ ലോഞ്ച് ചെയ്ത് അത് പഠിച്ചു അല്ലെ, ഏത് മിനിസ്ട്രിയാണ് നോക്കി നടത്തുന്നത്, എത്ര ക്യാഷ് വരെ കിട്ടും, റീപേയ്മെന്റ് ഫെസിലിറ്റി നന്നായിട്ട് ചെയ്താൽ എതുവരെ പോകാം അല്ലെ, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്താൽ ക്യാഷ് ബാക്ക് കിട്ടുമോ, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് നോക്കി. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയോ കണ്ടു, ന്യൂസ് പേപ്പറിൽ അല്ലെ, ഇന്ത്യ 3-ാം സ്ഥാനമാവും എക്കണോമിയിൽ, എപ്പോഴാവും 2030. അപ്പൊ ഇപ്പൊ എത്രാം സ്ഥാനമാണ്? 5-ാം സ്ഥാനം. ആരൊക്കെയാണ് മുകളിൽ, ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കി. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നില്ലേ നോട്ടില്, ജപ്പാൻ 4th ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പൊ ഇന്ത്യയുടെ എക്കണോമിക് അവസ്ഥ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചടാ അല്ലെ. അപ്പൊ ഇന്ത്യൻ എക്കണോമി 5th ആണ് GDP-യിൽ, 3rd ആണ് PPP-യിൽ അല്ലെ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതാ? സർവീസ് സെക്ടർ. ബട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്ന സെക്ടർ ഏതാ? അഗ്രികൾച്ചർ സെക്ടർ.
എത്രമാത്രം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നോക്കി. അതിൽ ഏറ്റവും നല്ല എക്സ്പോർട്ടിംഗ് പാർട്ട്ണർ ആരൊക്കെയാണ് നോക്കി. എക്സ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്, അത് നോക്കി. പിന്നെ നമ്മൾ എന്താ നോക്കി, അതിൽ ഇമ്പോർട്ടിംഗ് പാർട്ട്ണർ ആരാണ് നോക്കി. അപ്പൊ കുറച്ചൊരു ഐഡിയ കിട്ടി. ദെൻ കുറച്ച് ഓപ്പറേഷൻ നോക്കി. ഇപ്പൊ ഒക്ടോബറിൽ കണ്ടല്ലോ ഓപ്പറേഷൻ അജയ്, കുറച്ചു കാലം മുമ്പേ കണ്ടത് എന്താ പറയാ 2023 ഓപ്പറേഷൻ നോക്കി. ഓപ്പറേഷൻ കാവേരി അല്ലെ, പിന്നെ ഓപ്പറേഷൻ ദോസ്ത് എർത്ത് സമയത്ത് അവരെ സഹായിച്ചു. പിന്നെ ഇത് 2022 ആണ്, ദാറ്റ് ഈസ് ഓപ്പറേഷൻ ഗംഗ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.